ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വൈഫൈ അല്ലെങ്കിൽ മറ്റ് റൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്തൊക്കെ വലിയൊരു വിഷമം. കാരണം നമുക്ക് അഡാപ്റ്റർ വെച്ച് നേരിട്ട് പ്ലഗിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് പോകുമ്പോൾ വൈഫൈ പിന്നീട് അത് റീസെറ്റായി വരാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മളിവിടെ ആമസോണിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കീവാർഡ്സിൻ്റെ ഒരു അടിപൊളി 2.5 ആംപിയർ ഉള്ള ഏകദേശം 5 to 8 അവേഴ്സ് വരെ ബാക്കപ്പ് ലഭിക്കുന്ന അടിപൊളി കീവാർഡ്സിൻ്റെ മിനി UPS ആണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത്. നമ്മൾ ആമസോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 രൂപത്തിൽ 2 പ്രൊഡക്റ്റ് നമ്മൾ കാണാൻ പറ്റും. അവിടെ ഒന്ന് 5 മണിക്കൂർ വരെ ലഭിക്കുന്ന ഒരു റൂട്ടറാണത്. മറ്റൊന്ന് 8 മണിക്കൂർ വരെ കിട്ടുന്ന ഒരു UPS ആണ്. രണ്ട് വിലയാണ്. ഇതിൽ ഒന്നിന് 1499 ആണ് ഒന്ന് കാണുന്നത്. അത് 2.5 ആംപിയർ ഉള്ള 12 വോൾട്ടിന്റെ റൂട്ടർ UPS ആണ്. അത് 5 മണിക്കൂർ 5 ഹവർ പവർ ബാക്കപ്പ് എന്ന് അവിടെ എഴുതി കാണിച്ച് കാണാം. രണ്ടാമത്തത് പ്രൊഡക്റ്റ് 1899 രൂപക്ക്, അതും 2.5 ആംപിയർ തന്നെയാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത 4 അവർ മുതൽ 9 അവർ വരെ 9 അവർ വരെ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ആമസോണിൽ. നമുക്ക് ആമസോൺ വഴിയല്ല, ഇത് കീവാർഡ്സിന്റെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു UPS ബാക്കപ്പ് ലിഥിയം ബാറ്ററിയുടെ ഒരു സംഭവമാണ്. ഇത് അവരെ നേരിട്ട് കൊച്ചിയിലുള്ള നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാളും കുറഞ്ഞ വിൽക്കുമ്പോൾ കിട്ടും. അതാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ പറയുന്നത്. ഇതിന് സാധാരണ നമ്മൾ പവർ അഡാപ്റ്റർ സാധാരണ തന്നെ ഈ UPS നേരെ വൈഫൈ റൂട്ടറിൽ കൊടുക്കുക. ഇതുപോലത്തെ ഒരു വൈറ്റ് ആൻഡ് റെഡ് ഒരു പെട്ടി, ഒരു ബോക്സ് വരുന്നുണ്ട്. ഇത് നമ്മളെ പവർ കൺട്രോൾ ചെയ്യാൻ യൂണിറ്റ്, പവർ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പം കൂടുതലായിട്ട് കറണ്ട് എന്ത് ചെയ്യൂല, ഇത് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നോട്ട് കട്ട് ഓഫ് ആവും. അതാണ് ഇതിന്റെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ വൈഫൈക്കും ബുദ്ധിമുട്ട് വരില്ല, ഒന്നും ബാറ്ററിക്കൊന്നും പ്രശ്നം വരില്ല. ഇപ്പൊ ഇവിടെ അതിന്റെ ഒരു ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ പവർ അഡാപ്റ്ററിൽ നിന്ന് നേരിട്ട് ആ ബോക്സിലോട്ട് കൊടുക്കുക. ബോക്സിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബോക്സിന്റെ ഒരു ഭാഗത്തേക്ക്. ഇത് ഇതാണ് വൈഫൈ UPS മോഡൽ. ഇതിനകത്തൊരു ഔട്ട്പുട്ട്, ഔത്തൊരു ഇൻപുട്ട്, 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഈ പവർ അഡാപ്റ്ററിൽ നിന്നും ഇതിന്റെ ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുക, കൺട്രോൾ യൂണിറ്റിൽ നിന്ന് UPS കൊടുക്കുക, UPS-ൽ നിന്ന് വൈഫൈയിൽ കൊടുക്കുക. ഇതാണ് സിസ്റ്റം. അത് കാണുന്നുണ്ടോ? ഇതാണ് സിസ്റ്റം. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു 4 മണിക്കൂർ അതിൽ കുത്തിയിട്ടു. 4 മണിക്കൂർ കുത്തിയിട്ട് ശേഷം 12:40 രാത്രി 12:40 ഞാൻ പ്ലഗ് ഓഫ് ചെയ്തു, എത്ര കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടി. ഇപ്പൊ ഏകദേശം 8 മണിക്കൂറിന്റെ അടുത്ത് ഇപ്പം കിട്ടി. ബാക്കിയോട് കിട്ടാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആമസോണിലുള്ള വിലനേക്കാൾ വളരെ കുറഞ്ഞിരിക്കും. 1500 രൂപക്കാണ് ഞാൻ ഈ UPS വാങ്ങിയിട്ടുള്ളത്. പണ്ട് ഈ റെഡ് ലൈറ്റ് കത്തും ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ. വേറെ ബാറ്ററി നിറയുന്നതിനൊക്കെ പ്രത്യേക സിമ്പലും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആക്കുന്ന സിസ്റ്റമാണ് ഇതിനുള്ളത്. അപ്പൊ കണ്ട, ഇത് ഇപ്പോഴും ഇത് കത്തിക്കൊണ്ടിരിക്കുക. 8 മണിക്കൂർ ഇത് പിന്നിട്ട് 12:40 നമ്മൾ പ്ലഗ് ഓഫ് ചെയ്തതിനു ശേഷം 8 മണിക്കൂർ പിന്നിട്ട്. ആമസോണിൽ 9 മണിക്കൂറെ പറയും, കമ്പനി ഇതിന് 8 മണിക്കൂറെ പറഞ്ഞു. ഇപ്പോഴും ഇത് കത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അത്രയും സെറ്റായ അടിപൊളി കീവാർഡ്സിന്റെ 12 വാട്ട് മിനി UPS ആണത്. ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആമസോണും 1900 ആണെങ്കിൽ ഇവർ നൽകുന്ന വില 1600 രൂപയാണ്. ഓക്കെ, 300 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ 5-ാം തീയതി വരെ ഇതിന് 1500 രൂപ ഉണ്ടായിരുന്നു. ഒരു 100 രൂപ കുറച്ചിരുന്നു. ഇതിന്റെ വേറൊരു UPS 5 അവർ വരെ കിട്ടുന്നത്, അതിന് 1500 രൂപയാണ് ഇതിനകത്ത് അവർ കൊടുത്തത്. ഒരു പക്ഷെ അതിൻ്റെ അകത്ത് അവർ 1200 എന്താന്ന് തോന്നുന്നുണ്ട്. അപ്പം വൈഫൈ ഉള്ള ആളുകളൊക്കെ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുപോയി വെക്കുക, നല്ലതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.